ഏതാ? അതെ, അതെന്തറിയാ, ഒറിജിനൽ പിന്നെ ക്രിസ്ത്യാനിയാ. ഞങ്ങളുടെ തമ്പിച്ചാണ്. അപ്പൻ്റെ മേഖലയെ കെട്ടിയാണ് ജൂനിയർ തമ്പിച്ച. ജയകുമാർ സാറ്, ജോർജ് സാറിൻ്റെ ജൂനിയർ. പഴയ DVSP. പഴയ അതറിഞ്ഞില്ലേ? ബീഡിയാണ് കുഴപ്പമില്ല. സാറേ SD Xiaowen, Jiki, Roy, Gomar. Love Jit. ലവ് ജിത്ത് എന്ന് പറയാനുള്ള കാര്യം. പല പേരല്ലേ? ലവ് ജിത്ത് എന്ന് പറയാൻ പറയുന്നത് രണ്ട് പേര് ഞങ്ങൾ ഒരു ലവ് എനിക്കുണ്ട്. ഒരു കക്ഷിയാണ് സ്നേഹത്തെ ജയിച്ചവൻ. ലവ് ജിത്ത്. സംശയം മുഖച്ചായി കണ്ടില്ല, എന്നെ കണ്ടില്ലേ? വിളിക്കരുത് എന്നെ കണ്ടില്ലേ? നിങ്ങളെക്കാള് വളരെ ബുദ്ധിയുള്ള വക്കീലാണ് ഞാൻ. കണ്ടോ? വേറെ ആനയാ പുലി. ഞാൻ ബാക്കറിനകത്ത് വിചാരിച്ചത് തോന്നി കൊണ്ടുനടക്കുന്നുള്ള ഇത് വല്ലതും കിട്ടുമോ? അരുൺ ദാസ് ജി. മറ്റേത് കിട്ടിയില്ല. സാറ് ജില്ലാ സമ്മേളനമായിട്ട് സാറെന്താ പിന്നെ ഇങ്ങനെ പറഞ്ഞു കേട്ടില്ലേ? ചുമ്മാ ഇവരടിക്കാതിരിക്കാൻ പറ്റില്ല. അല്ല, ഇതുവരെ ഇറങ്ങി ഞാൻ പൊട്ടൊക്കെ തൊട്ട് എനിക്ക് അടി വാങ്ങി. ഇപ്രാവശ്യം ബാർ അസോസിയേഷൻ അടി ഉറപ്പാണ്. ആർക്കാ? മനുവിന്. എന്നെ അടിക്കും. ആരാന്നറിയോ? ഇതാ അതിൽ അതാണ് ഞാൻ ഇവനെ പറ്റി. അവനെ പിന്നെ എന്നെ അടിയായിരിക്കും അന്നേരം. അല്ലേ, അത് പിന്നെ ചന്ദ്രസാറിന് വേറെ പ്രത്യേക സംഗതിയുണ്ട്. മുമ്പ് ബിജോയും പിന്നെ മനോജും കൂടെ അടിക്കാൻ വന്നത്. ആരെയും കാണിച്ചില്ല. പെർമിഷൻ ഉണ്ടെങ്കിൽ എല്ലാവരെയും കാണിക്കാം. കൊടുക്കണം, ഒരിക്കലും കൊടുക്കത്തില്ല. സാർ കാണിച്ചാൽ മതി. ഇവരെ കാണിക്കണം. പങ്കെടുക്കുന്നില്ല. അങ്ങനെ എന്താ ചോദ്യം ഉണ്ടോ? അതെ, എന്താണ് ക്രിസ്മസ് ആയിട്ടൊക്കെ പ്രത്യേകിച്ച് പിന്നെ ഇപ്പൊ ഈ അഭിഭാഷകവൃത്തി എങ്ങനെ ചോദിച്ചാൽ BP ആയിട്ട് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിട്ട് എങ്ങനെ ചോദിച്ചാൽ എന്റെ മൂത്ത പെങ്ങളല്ലേ അവിടെ ചേട്ടൻ്റെ ചേട്ടന് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അഭിമുഖം ഉണ്ടല്ലോ. അമ്മ എന്തുണ്ട്? അമ്മ ഇത് പബ്ലിക് പ്രോസിക്യൂട്ടറാണോ? പുതിയതല്ല, പഴയത്.
പിന്നെ ഏതിനും ഫാസ്റ്റ് തിരുവല്ല അതിൻ്റെ ഇതായോ റെഡിയായോ അല്ല ഇപ്പോഴാണ് അത് ശരി ഇത് മൂവിയാ എങ്ങോട്ട് നോക്കിയാ ചിരിക്കൊന്നും വേണ്ടല്ലോ മൂവിയാ വീഡിയോ വേണോ വീഡിയോ സാർ ഇങ്ങോട്ട് നോക്കിയാ ഇങ്ങോട്ട് നോക്കാം അങ്ങോട്ട് അതായത് വീഡിയോ വേണോ മറ്റേ ഫോട്ടോ വേണോ പേരെന്താ മനസ്സിലായി സാറിൻ്റെ ഈ സാറിൻ്റെ അതോ ഈ സാറിൻ്റെ രണ്ട് സാറിൻ്റെ മെയിൻലി ആ സാറിൻ്റെ സാർ ഏത് സാറിൻ്റെ ജൂനിയർ സാറേ ഞാൻ മത്സര സാറിന് ജൂനിയറായിരുന്നു ആയിരുന്നു ഇപ്പൊ സ്കോളർഷിപ്പ് ഒന്നും വായിച്ചിട്ടില്ല അത് സാറിനെ പിന്നെ പറഞ്ഞിട്ട് കാര്യം 6 ജൂനിയർ കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നുമില്ല KB സണ്ണി സാർ ഇപ്പം ഞാൻ ഡൈ ഒക്കെ നിർത്തി എനിക്കില്ല ഡൈ ചെറിയ ക്യാമറയാ 40,000 നരേന്ദ്ര നമ്മളെ അബ്സ്പോണ്ട് ചെയ്ത അഡ്വക്കേറ്റ് അതെ പ്രൊഫഷണൽ പരാജയപ്പെട്ടിട്ട് എന്നിട്ട് അവിടെ രക്ഷപ്പെടാൻ തിരിച്ചു തമാശ അങ്ങോട്ട് വന്നാൽ വൈകിട്ട് അങ്ങോട്ട് വന്നാൽ മതി റെസ്പോണ്ട് ചെയ്യരുത് വരണ്ട വൈകിട്ട് വീട്ടിലോട്ട് വന്നാൽ മതി അതാ സൗകര്യം സാറിനെ കുറെ കാലം കണ്ടു ഞാനിവിടെ ഉണ്ട് നീ അണ്ണ ഇവിടെ ഇരിക്കുന്നത് കാണത്തില്ലയോ അയ്യോ ആണല്ലേ വലിയ പിന്നെ അണന്റെ ആ പേഴ്സണാലിറ്റി ഭയങ്കര ഷേവ് ചെയ്തിട്ടുണ്ടോ പേഴ്സണാലിറ്റി കൂടി പോകുന്നേ ഷേവ് ചെയ്തിട്ടുണ്ടോ പെണ്ണുങ്ങൾക്കൊന്നും ശല്യമില്ല അതുകൊണ്ട് ഷേവ് ചെയ്തില്ല വിട്ടോ പിന്നെന്താണ് സന്തോഷമായി ആർക്ക് സാറാണോ പുള്ളിക്കാണോ ആർക്ക് സന്തോഷമായി എല്ലാവർക്കും സന്തോഷം ആ സന്തോഷത്തിന്റെ കാര്യം പറ അത് ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്ന സന്തോഷമല്ലേ അത് ഏത് തരത്തിലുള്ള സന്തോഷം അധികം പറയാം ഇപ്പം പറ അടുത്ത ആളിനെ പിടിക്കാൻ ഇപ്പൊ അപ്പുറത്തെ സ്ത്രീകൾ ഫോട്ടോ എടുത്തൊരു സന്തോഷം ഉണ്ടെന്ന് ഇതിപ്പോ ക്യാമറ ഈ സാറ് പറഞ്ഞാൽ അതെന്തോ സന്തോഷമുണ്ട് അത് ഈ സാറ് പറഞ്ഞാൽ അതെന്തോ സന്തോഷം ഒരു സന്തോഷമുണ്ട് ആ കാര്യം ഒന്നില്ല സന്തോഷമായെന്ന് എന്നാൽ സാറ് എന്തോ അതിനകത്തൊരു മോശം ഇതുണ്ട് അത് പറഞ്ഞു ഒരു ഇന്നർ മീനിങ് അത് പറഞ്ഞു ഒന്ന് പറഞ്ഞു നീ പോ ഞാൻ പോകാൻ സന്യാസിയാണെന്ന് പറഞ്ഞാൽ പറയാതെ മറുപടി സന്യാസിയാണെന്ന് പറഞ്ഞാണ് ഇപ്പൊ സന്യാസി എന്നർത്ഥത്തിൽ ഇപ്പോൾ മാത്രം
ഈ നല്ലൊരു വീഡിയോഗ്രാഫറാണ്. എന്നിട്ട് അതിൻ്റെ ഒരു യോഗ്യതയൊക്കെ ഉണ്ട്. നീ ഇത് ക്യാപ്പൊക്കെ വെക്കാതില്ലാണ് നമ്മുടെ എടുക്കുന്നുണ്ടോ ക്യാപ്പ് വെക്കാതെ? ഇവന്റെയൊക്കെ എടുക്കുന്നതുകൊണ്ട് ഞാൻ ക്യാപ്പ് വെക്കുന്നില്ല. അണയാറാവുന്ന ദീപം ആളിക്കത്തൊന്നും കേട്ടിട്ടില്ല. ഞാൻ രാവിലെ അവിടെ വരുന്നോണ്ട് എന്റെ പെണ്ണും പിള്ളേരെ വേറെ നിന്റെ പെണ്ണുമ്പിള്ള പുള്ളികളെ ചെക്കപ്പ് നടത്തി. നിന്റെ പെണ്ണുമ്പിള്ള ടെസ്റ്റ് നടത്തി. എന്റെ പെണ്ണുമ്പിള്ള ടെസ്റ്റ് നടത്തില്ല. ഡോക്ടറല്ല, ഡോക്ടറല്ല, അല്ലാതെ പോയി സാറിന്റെ പെണ്ണുമ്പിളെ കൊണ്ട് ചെക്കപ്പ് നടത്തി. അതൊന്നും ഇതുവരെ പറഞ്ഞില്ല. ഇപ്പോഴെന്നെ ഇപ്പൊ പറഞ്ഞു. എന്റെ കൃഷി പറ്റില്ല. പുള്ളിയുടെ വീട്ടിൽ പോയി കൃഷി ചെയ്യുക. പുള്ളി തിരിച്ച് കൃഷി ചെയ്തു. മുണ്ടി എത്ര കുളം കണ്ട കുളം എത്ര മുണ്ടിയല്ല. നല്ല യൂട്യൂബിനകത്ത് വരുന്ന താമസം എന്താ തലയൊന്നും വെട്ടിയിടരുത്. തല വെട്ടിയിടാന്നില്ല. തലയെല്ലാം വെട്ടിപ്പോയതാ. ആഹാരം സ്നേഹിക്കുന്നവരായിട്ടില്ല. നിങ്ങൾ വെളിയിലാക്കപ്പെട്ടോ? പുറത്താക്കപ്പെട്ടു. കുലംകുത്തികൾ എന്ന് പറയരുത്. പുറത്താക്കപ്പെട്ടത്. എന്താ പേരെന്താ? സുസ്മിതയെ പുറത്താക്കി. ജോണിയെ പുറത്താക്കി. സോജിയെ പുറത്താക്കി. സാറിനെ പുറത്താക്കി. അല്ല, എനിക്കും ആരും കേൾക്കാം. ഞാനും പുറത്താക്കപ്പെട്ട എനിക്ക് എന്താ പറയാൻ? ആരും കഴിഞ്ഞു. ഇനിയിപ്പോ കിട്ടത്തില്ല. പുളിശ്ശേരി വല്ലതും കുളിച്ചിട്ട് വാങ്ങി വെച്ചു. പറ്റത്തില്ല. ഇനി വീട്ടിൽ പോകും. അയ്യോ വന്നു ചേച്ചി എന്നെ കൊല്ലും. അതാണ് എനിക്ക് പേടി. ഇതൊന്നും മാരിയുടെ പ്രശ്നമല്ല. അത് പ്രശ്നമല്ല. പ്രപഞ്ചേച്ചി അവരെ കൊല്ലുന്നതാണ് പ്രശ്നം. അവിടെ അവന്റെ രക്ഷയാ. നോക്കിയോ കൊച്ചെ, നീ പ്രപഞ്ചേച്ചിക്ക് ഉറപ്പാ ഒരു കുഴപ്പമില്ലെന്ന്. മനസ്സിലായി. എന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് വിളിച്ചില്ലല്ലോ. അതൊക്കെ അവരൊക്കെ ഒന്നുമില്ല. എൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കണം. ഞാൻ ഇവിടുത്തെ സീനിയർ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഈ കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ നടപടികൾ, ഇവിടെ നമ്മുടെ ബാർ അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ, അതിനെ വരുത്തിയ പുരോഗതികൾ, ഇതിനെ സംബന്ധിച്ചൊക്കെ ഒരു ഇന്റർവ്യൂ എടുക്കാനാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷത്തെ ഇവിടുത്തെ ജോർജ് ഘോഷിയുടെ നേതൃത്വത്തിലുള്ള ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഇവിടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഗുണം ചെയ്തോ ദോഷം ചെയ്തോ അത് പറ. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോവുകയും അവിടെ നിന്ന് അഡീഷണൽ ഫാമിലി കോടതിക്ക് വേണ്ടുന്ന അനുവാദം നൽകി അത് ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിന്റെ മുമ്പാകെ ഞങ്ങൾ ആ ഫാമിലി കോടതി രൂപീകരിച്ച് ഇവിടെ പ്രാവർത്തികമാക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ചെയ്തതിന്റെ ഒരു തെളിവില്ലല്ലോ. തെളിവുണ്ട്.
ബഹുമാനപ്പെട്ട കോടതി ഇവിടെ തുടങ്ങുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഭരണ അനുമതി നൽകുകയും അത് തുടർന്ന് അതിന് ഒരു സംഗതി ഇവിടെ വന്നിട്ടില്ല. ഭരണാനുമതി കിട്ടി. അത് നിങ്ങൾ സ്വയം അവകാശപ്പെടുന്നത് മാത്രമാണ്. അല്ല, അവകാശപ്പെടുകയല്ല, അത് സത്യസന്ധമായിട്ട് അത് പ്രാവർത്തികമായിട്ട്. നിങ്ങൾ സലീം കുറിയാനിപ്പിള്ളി എന്നുള്ള സരോജ് മോഹനാണ്. യെസ്, അതെ. പക്ഷെ നിങ്ങൾ പറയുന്നത് ഒരിക്കലും സത്യസന്ധമായിട്ടൊരു കാര്യമല്ലെന്ന് ഞാൻ പറയും. അത് നിങ്ങൾക്ക് പിന്നെ വസ്തുതാപരമായിട്ട് ഇത് സത്യമാണ്. ഈ ആളോട് ചോദിക്കാം. അതായത് നമ്മുടെ ശരത്ചന്ദ്ര ദാസ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു സീനിയർ ലോയറാണ്. പുള്ളിയോട് പറഞ്ഞു, പുള്ളി പിന്നെ നിങ്ങൾ പറഞ്ഞെന്താണ് പുള്ളി എന്ന് പറയരുത്, ഫാമിലി കോടതി. അതെ, ഓ സൈലൻസ് ഒന്നുമില്ല സാറ്. പുള്ളി എന്ന് പറയാം. സാർ വിചാരിക്കുന്നുണ്ടോ ഇതിനകത്ത് പുള്ളി പറയാം? സാർ വിചാരിക്കുന്നുണ്ടോ ഇത് എന്തോ വിചാരിക്കുന്നു? അഡീഷണൽ ഫാമിലി കോടതി ഇവര് വിചാരിക്കുന്നു. ഇവരെന്ന് പറഞ്ഞാൽ ആരാ? എനിക്ക് നമ്മുടെ പാർവശേഷൻ വെറും പാർവശേഷൻ. സലീം കുറിയാനിപ്പിള്ളി വിചാരിച്ചത് വരട്ടെ. ഇത് സാറേ അതിനെ പറ്റി വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. ശരചന്ദ്രനല്ലേ പറഞ്ഞു? അദ്ദേഹം ശരചന്ദ്രദാസാണ്. ആ ശരചന്ദ്രദാസിനെ കഴിഞ്ഞ തവണ അവരുടെ ഓഫീസിലെ കറണ്ട് നിഷേധം ചെയ്തപ്പോൾ ഇവിടുത്തെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യുനാനിമസ് ആയിട്ട് തീരുമാനമെടുത്തു ഇദ്ദേഹത്തിന് അനുകൂലമായിട്ട് കറണ്ട് നൽകുന്നതിനും മറ്റുമുള്ള നടപടികളൊക്കെ പുള്ളിക്ക് അവിടെ ഇപ്പൊ കറണ്ട് കിട്ടി. അതുകൊണ്ട് പുള്ളിക്ക് വേറെ വലിയ ഗുണമുണ്ട്. പുള്ളിയാണ് ഈ കേരളത്തിലെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയൊരു നോബൽ പ്രൈസ് കിട്ടുന്നതാണ്. എന്തറിയോ? ഏറ്റവും കൂടുതൽ വോട്ടിന് തോറ്റ കക്ഷി പുള്ളിയാണ്. ആരെ? പുള്ളി 2 വോട്ടാണ് കിട്ടിയത്. ശരചന്ദ്രദാസ് പുള്ളിക്ക് വെറും വൃത്തികെട്ടവനായ ഒരുത്തൻ പുള്ളിയുടെ എതിരാളി. പുള്ളി വളരെ വലിയൊരു ഇത്. പുള്ളി ഞങ്ങളുടെ ഇൻവിറ്റേഷൻ ഇത് കിട്ടി. നാളെ എത്തണം. പ്രസംഗം ഒന്ന് കേൾക്കാൻ 12 മണിയാകുമ്പോഴേ വന്നാൽ മതിയോ? 12-12:30 1 മണി. സാറിന്റെ പുതിയ കേസുകളൊക്കെ വേലിക്കുട്ടിയുണ്ട്. വേലിക്കുട്ടി കേസ് സാറോട് സാറ് വിസ്താരം തുടങ്ങും. സാർ നല്ല ഇന്റർവ്യൂ എടുക്കും. വേലിക്കുട്ടി കേസ് അത് ഞാൻ പറയാം. ഞാൻ ഒരു ദിവസം വിളിക്കാം. എന്നിട്ട് ഞാൻ പത്തനംതിട്ടയിലെ ഗുണ്ട അഡ്വക്കേറ്റ് സുന്ദരന്മാരുടെ പടം എടുക്കുന്നുണ്ടോ? പേര് സുന്ദരം കൂടി ആയിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്നെ ഒഴികെ പിടിച്ചത് അടിക്കാൻ തുടങ്ങി. നല്ലവരാണ്. എന്നെ അവരെ കുത്തിരി പിടിച്ചിട്ടുണ്ട്. അയില് കളിച്ചോട്ടെ. എടുത്തു ഒന്നും ഇല്ല, പറഞ്ഞില്ലല്ലോ ഒന്നും. അത് ഞങ്ങൾക്ക് തർക്കമില്ല. പിന്നെ ഇല്ല, ഞാൻ പറഞ്ഞു നല്ല ഫുഡായിരുന്നു ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു നല്ല ഫുഡായിരുന്നു. അത്രേ ഉള്ളൂ. അതിന്റെ മോളിൽ കൊടുത്തു. അതിന്റെ മോളിൽ കൊടുത്തു. അതിന്റെ മോളിൽ കഴിയാൻ പറ്റുന്ന സാധനങ്ങൾ മോളിൽ അത് ഞാൻ പിടിച്ചു പോട്ടെ. ഞാൻ രാത്രി വിളിക്കാം. നൈറ്റ് വേറൊരു പ്രശ്നം എൻ്റെ അടുത്ത് വന്നു. അതുകൊണ്ട് ഞാൻ പറയാം. എന്താ അറിയണ്ട മനുവിൻ്റെ കേസാണോ ഇങ്ങനെ ചോദിച്ചു. നിങ്ങൾ പോയി ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഓർക്കുന്നോ ഏതാകാശം ഒരു ജോർജ് ഒരു കാര്യം രഹസ്യം പറയൂ.
വർഗീസ് പിന്നെ എന്താണ് കളിക്കൽ സാർ എന്താണ് എന്നെ മാത്രമായിട്ട് എടുക്കരുതെന്ന് അതിന് അവനെ എടുത്തല്ലോ അവനെ പിന്നെ ഭാര്യകാര സുഹൃത്താണ് പറഞ്ഞു 321/2005 എന്ന് പറഞ്ഞു പുള്ളി വന്ന് പറഞ്ഞു പുള്ളി തന്നെ പറഞ്ഞു പുള്ളി എന്നെ സഹായിക്കുന്നു പറഞ്ഞോ ഓ ഇപ്പൊ വന്ന് സഹായിച്ചു മറ്റോ എനിക്ക് പെൻഷൻ വന്നു തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട ആലോചിച്ചിട്ട് മഞ്ചൂരിക്കാരൻ്റെ കാര്യം വന്നു ഞാൻ തീർച്ചയായും പറഞ്ഞു ഞാൻ പറയാൻ നമ്മൾ പോയി 321/2005 എന്നും പറഞ്ഞുകൊണ്ട് പേരൊന്നും വിളിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തണം കളി ഇങ്ങനെ ഞാനുള്ള ഒരാളെ മണ്ടയ്ക്ക് കയറി നിൽക്കാൻ വേണ്ട. ഞാൻ സലീം സാറേ എന്ന് വിളിച്ചപ്പോൾ പറയുമോ പേര് മാറ്റിക്കൊണ്ട് വിളി കേട്ടില്ല. അങ്ങനെയില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശുദ്ധമായ സാർ കിട്ടി അടിക്കുക. ഞാൻ യൂട്യൂബാണ് സെക്രട്ടറികൾ തീരുമാനിക്കുന്നത്. നിങ്ങൾ സമാനപ്പെടാം വൈകിട്ട് അറിയിക്കാം. മീറ്റിംഗ് കഴിഞ്ഞാൽ മത്സരത്തിൽ പോയോ? തെരഞ്ഞെടുപ്പ് മത്സരം ബ്രേക്കിംഗ് ന്യൂസ് വോട്ടെടുപ്പ് പൂർത്തിയായി. സതീഷ് സാറിനെ സതീഷ് സാറാണ് പോലെ സതീഷ് സാറിനെ അടിച്ച് പ്രതിഷേധിക്കുമല്ലോ അടിച്ച് പ്രതിഷേധിക്കുമല്ലോ ഫോട്ടോ എടുത്ത് വെച്ചേരെ വീട്ടിൽ കൊടുത്തയക്കാതെ. പിടിച്ചാൽ മതി വെറുതെ കാണുമെന്നുള്ളത് ഒരിക്കലും കേട്ടോ എന്നെ കൊണ്ട് കാണിച്ചിട്ടുണ്ടോ ഭക്ഷണം നടത്തില്ല എവിടുത്തെ അതിനകത്ത് ബിലീവ് നത്തിങ് ഡൂയിങ് അല്ല അവൻ ഏതോ നിങ്ങളുടെ അയൽവാസിയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ മോനെ